4 മാസം പ്രായമുള്ള ഷിറ്റ്സു ഇനത്തിൽപ്പെട്ട ജാഗി എന്ന നായക്കുട്ടി വീണ് പരിക്കേറ്റതിനെ തുടർന്നാണ് ബിന്ദു ജാഗിയെ PMGയിലെ വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ചത്. എല്ലുകൾക്ക് പൊട്ടലുള്ളതിനാൽ പ്ലാസ്റ്റർ ഇട്ടു. പ്ലാസ്റ്റർ ഊരിപ്പോയതിനാൽ 8 ദിവസത്തിന് ശേഷം വീണ്ടും ആശുപത്രിയിലെത്തി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടർമാർ ബാൻഡേഡ് ചുറ്റിവിട്ടു. നല്ല മുറുക്കി വളരെ ടൈറ്റായിട്ടാണ് ഇവർ കെട്ടിയത്. ബാൻഡേജ് ഇട്ട് നല്ല മുറുക്കി കെട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും മുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പോൾ അവന് അനസ്തേഷ്യ കൊടുത്തിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും മുറുക്കുന്നത് ശരിയാണോ എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ മുറുക്കണം, എങ്കിൽ മാത്രമേ അവൻ്റെ എല്ല് ശരിയായിട്ട് അത് ഫ്യൂസ് ആവത്തുള്ളൂ, എല്ല് കറക്റ്റ് ആവത്തുള്ളൂ. വീട്ടിലെത്തിയ 6 ദിവസം കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. സാധാരണ എന്നെ കാണുമ്പോൾ ആക്റ്റീവ് ആവുന്നവൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ അപ്പം അതിന് പനി വന്നു കഴിഞ്ഞു. അപ്പം കയ്യിൽ നിന്ന് ഇങ്ങനെ രക്തവും വരുന്നു. അപ്പം ഞാനിത് അഴിക്കാൻ നോക്കി, ബാൻഡേജിൽ എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി. കാര്യം കയ്യിൽ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ബാൻഡേജ് എടുത്ത് വെച്ച് അഴിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് അഴിക്കാൻ പറ്റില്ല. പിന്നെ ഒരു കത്രി കൊണ്ടുവന്ന് ഞാനത് കീറി എടുത്തപ്പോഴേക്കും അവൻ്റെ കൈയൊക്കെ ഇങ്ങനെ ദ്രവിച്ച് എല്ലൊക്കെ നുറുങ്ങി പുറത്ത് വന്ന് വളരെ വികൃതമായ അവസ്ഥയായിരുന്നു അവൻ്റെ. പിന്നാലെ മറ്റൊരു ഡോക്ടറെ കാണിച്ച് ശസ്ത്രക്രിയ ചെയ്തെങ്കിലും ജാഗിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. നായക്കുട്ടിയെ നഷ്ടമായ വിവരം പറയാൻ ആശുപത്രിയിൽ ചെന്നപ്പോൾ ഉണ്ടായ അനുഭവം ഇതാണ്. ഞാൻ അവരോട് ഈ കാര്യമെല്ലാം പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറയുന്നത് ഇതൊന്നും വലിയൊരു സംഭവമല്ല, ഇതിന് ഇത്ര വലിയ ഇഷ്യൂ ആക്കാൻ എന്തായിരിക്കുന്നത്, അവിടുത്തെ നിത്യസംഭവമാണ് പോലും. ഇങ്ങനെ ഡോഗ് മരിക്കുന്നതൊക്കെ അവിടുത്തെ ഒരു നിത്യസംഭവമാണ്. പിന്നെ നിങ്ങൾ കൊണ്ടുപോയ ആ ഡോക്ടറുടെ മിസ്റ്റേക്ക് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആ സർജറി ചെയ്ത ഡോക്ടറുടെ മിസ്റ്റേക്ക് ആയിരിക്കും. ആ സീനിയർ അതേ ഒരു സീനിയർ ഡോക്ടറാണ്. ഈ ഒരു അവസ്ഥയിലാക്കിയവർക്ക് ഇതിൽ പങ്കില്ലേ? ശില്പ, നിംന എന്നീ ഡോക്ടർമാർക്കെതിരെയാണ് പരാതി. എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും ബാൻഡേഡ് ചുറ്റിയ ശേഷം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയാണ് വിട്ടതെന്നുമാണ് ഡോക്ടർമാരുടെ വിശദീകരണം. സംഭവത്തിൽ ജില്ലാ മൃഗാശുപത്രി ചീഫ് വെറ്റിനറിയൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. TS ഹരികൃഷ്ണനുണ്ട് നമുക്കിപ്പം. ഹരി, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ തന്നെ ജീവൻ, അത് മനുഷ്യജീവന് മാത്രമല്ല, ഓരോ ജീവനും ഈ ഭൂമിയിലേക്ക് വന്ന് പിറക്കുന്ന ഓരോ ജീവനും അതിൻ്റെതായ വിലയുണ്ട്. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത് ഹരി? ഒപ്പം തന്നെ ഈ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണങ്ങളോ കാര്യങ്ങളോ ഒക്കെ ലഭ്യമാണോ? ഈ ബിന്ദു വലിയൊരു മൃഗസ്നേഹിയാണ്. ഞാൻ ഈ പരാതി കേട്ടതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ പോയി ഇതിനെപ്പറ്റി അന്വേഷിക്കുകയാണ് ഉണ്ടായത്. ആ സമയത്ത് വേറെയും വളർത്തു നായ്ക്കൾ അവർക്കുണ്ട്. ഈ ജാഗി എന്ന നായെപ്പറ്റി അവർ പറയുമ്പോൾ അവരടുത്തുനിന്ന് ആ നായക്കുട്ടി നഷ്ടപ്പെട്ടതിനെ പറ്റി അവർ പറയുമ്പോൾ വളരെ വിഷമത്തോടെയാണ് പറയുന്നത്. അവരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്കൂടെ സങ്കടം തോന്നും. അപ്പോൾ അത്രയ്ക്ക് സ്വന്തം മകനെ പോലെ അതിനെ നോക്കിയെന്ന് വേണം പറയാൻ. 4 മാസം പ്രായമാണ് ഈ ജായ്ക്ക് പ്രായം. അത് വീട്ടിൻ്റെ ആ മുൻവശത്തുള്ള പടിയിലും നിന്ന് കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സ്റ്റെപ്പിൽ നിന്ന് താഴേക്കും വീണ് അതിന് പരിക്കേൽക്കുന്നത്. അങ്ങനെയാണ് അതിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആശുപത്രിയിലേക്ക് PMGയിൽ വെറ്റിനറി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് ആദ്യം ഡോക്ടർമാർ കൃത്യമായി ചികിത്സിച്ചു എന്ന് ബിന്ദു പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഒരു 8 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ അതിൻ്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടാണ് വിട്ടത്. അപ്പോൾ ആ പ്ലാസ്റ്റർ കടിച്ച് ഇളക്കിയതിനെ തുടർന്നാണ് വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ എത്തി അപ്പോഴുണ്ടായിരുന്ന 2 ലേഡി ഡോക്ടേഴ്സാണ് ബാൻഡേഡ് ചുറ്റി വിട്ടു എന്ന് പറഞ്ഞത്. ബാൻഡേഡ് വളരെ വരിഞ്ഞു മുറുക്കിയാണ് കെട്ടിയെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനെ ചോദിച്ചെങ്കിലും അത് നേരാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞതെന്നാണ് ബിന്ദു പറയുന്നത്. അപ്പോൾ അതിനുശേഷം വീട്ടിലെത്തിയതിനു ശേഷമാണ് പിന്നെ അത് കൂടുതൽ വഷളാവുകയും പിന്നെ അത് മരണം സംഭവിക്കുകയൊക്കെ ഉണ്ടായത്. പക്ഷെ ഞാൻ ഈ ഡോക്ടർമാരെ വിളിച്ചിരുന്നു. ഇവർ ആരോപണം ഉന്നയിക്കുന്ന 2 ഡോക്ടർമാർ, അതായത് ഒന്ന് ശില്പ, ഒന്ന് നിംന എന്ന് പറയുന്ന 2 ഡോക്ടർമാർ. ഇവർ രണ്ടുപേരെയും ഫോണിൽ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. എന്താണ് സംഭവിച്ചത്, ഈ ആരോപണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ചികിത്സാ പിഴവൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ബാൻഡേഡ് ചുറ്റി വിട്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ബിന്ദുവിനോട് പറഞ്ഞാണ് അവർ വിട്ടത് എന്നാണ് എന്നോട് ഫോണിലൂടെ പറഞ്ഞത്. പക്ഷെ അവർ കൃത്യമായി അത് ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം എന്തായാലും നടക്കാൻ സാധ്യതയുണ്ട്. അന്വേഷണം നടക്കട്ടെ ഹരി.